എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി. ഇനിയിപ്പോൾ ശരീരരക്ഷയുടെ കാലമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ തണുപ്പ് മൂലം നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കുറഞ്ഞു പോവാറുണ്ട്. ഈ ഒരു പ്രതിരോധ ശേഷി നിലനിർത്താനും വേണ്ടിയിട്ട് പണ്ട് മുതലേ നമ്മുടെ കാരണന്മാര് പല വിധത്തിലുള്ള ഔഷധങ്ങളും മരുന്ന് കഞ്ഞികളും നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉണ്ടാക്കി കഴിക്കുന്ന ഒന്നാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി. ഇന്ന് നമ്മൾ ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടല്ല ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ചേരുവകൾ കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഒരുപാട് മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ഉലുവയും ജീരകവും ഒക്കെ വെച്ചിട്ട് ഇതുപോലൊരു ഹെൽത്തി കഞ്ഞി എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കർക്കിടക മധുരക്കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കപ്പ് ഉണക്കലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാത്രത്തിലേക്ക് അരി ഒന്ന് മാറ്റിയതിന് ശേഷം 400 ഗ്രാം അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനായിട്ട് 25 ഗ്രാം അളവിലാണ് ഉലുവ എടുത്തിട്ടുള്ളത്. ഉലുവ നമുക്ക് പാത്രത്തിലേക്ക് തന്നെ ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 25 ഗ്രാം അളവിൽ തന്നെ ആശാളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ അരിയും ഉലുവയും ആശാളിയും ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. നിങ്ങൾക്കിപ്പോ കുതിർത്താൻ സമയമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൂടുതൽ അളവിൽ വിസില് അടുപ്പിച്ച് വേവിച്ചെടുത്താൽ മതിയാകും. നമ്മൾ എളുപ്പത്തിനായിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോ മൺകലത്തിൽ വെച്ച് വേവിച്ചെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് കുതിർന്നു വരാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി ഒന്ന് കുതിർന്നു വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരിയെല്ലാം കുതിർത്താൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അരി നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ വേവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു മൺകലത്തിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ കുതിർത്ത അരി ഞാനിവിടെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അരിയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കുക്കറിന്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഈ കുക്കർ മൂടി ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരിയും ഉലുവയും ആശാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 4 വിസിലിന് ശേഷം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. അരിയെല്ലാം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഒരു ചെറിയ നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നാളികേരം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നാളികേരം അരച്ച് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നാളികേര പാല് ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മരുന്ന് പൊടിയുണ്ട്. ആ ഒരു പൊടി നമ്മൾ ഇപ്പോൾ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടകളിൽ ചോദിച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ ഞാനും ഒരു പാക്കറ്റ് പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് മരുന്ന് പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഈ ഒരു പൊടിയിൽ നിന്നും നമുക്കിതിലേക്ക് ഒരു 1/2 ഭാഗത്തോളം കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കണം. ഈ ഒരു മരുന്ന് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നല്ല ജീരകം ചേർക്കാതിരുന്നത്. ഇനിയിപ്പോ മരുന്ന് പൊടി നമുക്കിതിലേക്ക് കലക്കി ചേർക്കാം. താഴെ ഭാഗം കലക്കി ചേർക്കരുത്, കാരണം ഇതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ടാകും. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കഞ്ഞി ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. എല്ലാവർക്കും ഒരുപോലെ തന്നെ കഞ്ഞി കുടിക്കുന്നതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 100 ഗ്രാം അളവില് ശർക്കരപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കരപ്പൊടി കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാകും. ഒരുപാട് മധുരമൊന്നും ചേർത്ത് തയ്യാറാക്കരുത്. ആ ഒരു കയ്പ് മാറിക്കിട്ടാനും വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതിയാകും. നിങ്ങളിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് മധുരം ചേർക്കാതെ ഉപ്പ് ചേർത്ത് വേണം കഞ്ഞി കുടിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കഞ്ഞിയിലേക്ക് ചേരുവകളെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി ഇവിടെ റെഡിയാണ്. നല്ലൊരു സ്വാദനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ ഉപ്പ് ചേർത്താണ് തയ്യാറാക്കുന്നതെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഏലക്കപ്പൊടി ചേർക്കുവാണ്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർക്കിടക നാളിൽ വീടുകളിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ കഞ്ഞിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.